കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തു വന്നു. സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്നുവെന്നും അവർ വിമർശനമുയർത്തുന്നു. ഹജ്ജ് തീർത്ഥാടകരുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ ആവശ്യപ്പെട്ടു. കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്ന ഹാജിമാരോട് അവഗണന അവസാനിപ്പിക്കുക. കാശ് തൊണ്ടുകളും മറ്റും നാണയത്തുട്ടുകൾ എടുത്തുവെച്ച് ശേഖരിച്ച് ചിലർ വീടും പറമ്പും വിറ്റ്, പല സഹോദരിമാരും അവരെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു. എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് 75,000 രൂപ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് മാത്രം വർദ്ധിപ്പിക്കുക എന്നത് അവരെ മാനസികമായി തളർത്തിക്കളയും. പലരും ഹജ്ജ് മുടക്കാൻ നിർബന്ധിതരാകും. 24,000 ഹാജിമാരിൽ 70% ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ്. ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കണ്ണൂർ, നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്ന ഒരു യാത്രക്കാരൻ 75,000 രൂപയാണ് അധികമായി നൽകേണ്ടത്. ഇതിനെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. നമ്മോടിപ്പോൾ സംസാരിച്ചത് കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഈ അധിക യാത്രാ നിരക്ക് ഇത് ഹജ്ജ് തീർത്ഥാടകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ്. അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ അവഗണനയുടെ ഭാഗമായിക്കൊണ്ട് അങ്ങനെ തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതുമാണ് നിലവിൽ ഈ ഖലീൽ ബുഖാരി തങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള മുസ്ലിം ജമാഅത്ത് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് ഇമെയിലായി ഒരു നിവേദനവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ് നിലവിൽ കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സമസ്തയുടെ യുവജന വിഭാഗമായ SYS ഇതിൽ ഇടപെടൽ തേടി പ്രതിഷേധവുമായി എത്തിയിരുന്നു. അവർ പറയുന്നത് ഈ നടപടി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ യാത്രാ നിരക്ക് കുറച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് SYSന്റെ മുന്നറിയിപ്പ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. എല്ലാ സംഘടനകളും വിലയിരുത്തുന്നത് കേവലം ഇത് ഹജ്ജ് തീർത്ഥാടകരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അതിനപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള ഒരു നീക്കമാണ് ഇത് എന്നുള്ളതാണ് വിവിധ മുസ്ലിം സംഘടനകളൊപ്പം തന്നെ മറ്റു സംഘടനകളും വിലയിരുത്തുന്നത്. കാരണം നേരത്തെ പല തവണ ഇത്തരത്തിൽ ഇവരുടെ ആരോപണത്തിന് ഫലം പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇത് എന്നുള്ള വിലയിരുത്തലിലേക്ക് പല സംഘടനകളും എത്തുന്നത്. ഓക്കെ, താങ്ക് യു.